നമുക്കിന്നൊരു കപ്പ പറിച്ചാലോ? ഇത് കണ്ടോ ഇവിടെ ഇടിയുടെ താഴെ എങ്ങനോ കിളുത്ത് വന്നതാണേ. നമുക്ക് നോക്കാം, കള്ളാണ്. കിട്ടുമോ ഇല്ലയോന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അച്ചാച്ചനോട് പറഞ്ഞു. അച്ചാച്ചൻ തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കല്ലാണ്, അവിടെ എല്ലാം കല്ലത്. എന്തോ വെയിലിക്കപ്പയെന്ന് പറയും. ഇങ്ങനെ കമ്പ് കിടന്ന് കിളുത്ത് വന്നതാണ്. കുറേ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് പറിക്കണം എന്ന് വിചാരിച്ച്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാന്തി ഇങ്ങനെ നോക്കിയപ്പം കിഴങ്ങുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അച്ചാച്ചനോട് പറഞ്ഞു. അച്ചാച്ചൻ പിന്നെ അതെല്ലാം വൃത്തിയാക്കി നോക്കിയപ്പോൾ 2 കിഴങ്ങുണ്ടെന്ന് തോന്നുന്നു. ചെറിയ ഒരു വലിയ കിഴങ്ങും കണ്ടു, ചെറിയ കിഴങ്ങും കണ്ടു. ഞങ്ങളോർത്ത് ഇനി കുറച്ചുകൂടെ എന്തെങ്കിലും കാണുമായിരിക്കും. എടുത്ത് നോക്കി പിഴുതെടുത്തപ്പോഴത്തേനും ബാക്കി 2 ചെറുതാണ് കേട്ടോ. പിന്നെ കിട്ടിയ വലിയ കിഴങ്ങ് എന്നാൽ ഇച്ചിരി ഏറെ വലിപ്പമുള്ളതായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചതിൻ്റെ അത്രയൊന്നും കിട്ടിയില്ല, എന്നാലും കിട്ടിയ കിഴങ്ങ് വലുതായിരുന്നേ. പിന്നെ അമ്മ അതെല്ലാം വെട്ടിയെടുത്തു. ബാക്കിയെല്ലാം കുഞ്ഞു കിഴങ്ങായിരുന്നു, ചെറിയതായിരുന്നു. കിട്ടിയത് നല്ല വലിപ്പം ഉണ്ടായിരുന്നേ. നമ്മൾ ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ വലിയൊരു കിഴങ്ങായിരുന്നു. പിന്നെ അതെല്ലാം വൃത്തിയാക്കി ഇന്ന് പുഴുങ്ങാമെന്ന് വെച്ച് രാവിലെ ഒന്നും എന്തോ ഇങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് കപ്പ പുഴുങ്ങാമെന്ന് നോക്കാമെന്ന് വെച്ച്. അപ്പം അങ്ങനെ കപ്പയും പുഴുങ്ങി നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി മീൻകറിയുണ്ട്. അപ്പം കപ്പയും മീൻകറിയും അടിപൊളിയായിരുന്നു രാവിലെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.